ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം തന്നെ അതിനായിട്ടൊരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കുറച്ച് സൺഫ്ലവർ ഓയിലും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ എടുത്തത്. അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള മീഡിയം സൈസ്ഡ് സവാളയാണ്, ഒത്തിരി വലിപ്പമില്ലാത്തതാണ് 3 എടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ട് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അത് മാറ്റി വെക്കണം. ഇനി അതേ പാനിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 6 മുതൽ 8 അല്ലി വരെ അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി, പിന്നെ ഒരു 3/4 ഇഞ്ചോളം വലിപ്പമുള്ള ഇഞ്ചിയാണ് എടുത്തത്. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച 1.5 കഷ്ണം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അടച്ചു വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. വേണമെങ്കിൽ തക്കാളി ഒന്ന് ആ സ്പൂൺ വെച്ച് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അത്രയും മതി. ചെമ്മീൻ ഉണ്ടാക്കുമ്പോൾ മസാല നല്ലോണം ഇടാത്തതാണ് നല്ലത്, എന്നാലേ നമുക്ക് ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവറും മുന്നിട്ട് നിൽക്കുള്ളൂ. പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇതൊരു 200 മുതൽ 250 ഗ്രാംസ് വരെ ഉണ്ടാവും. അപ്പോൾ തന്നെ അതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീൻ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം, ഒരു 10-15 മിനിറ്റ് വരെ. അത്രയും വെച്ച് കഴിഞ്ഞാൽ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും, ചെമ്മീനും വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പുതിന ഇഷ്ടമുള്ളവർക്ക് പുതിന ഇട്ട് കൊടുക്കാം, ഞാൻ ഇട്ടിട്ടില്ല. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ മസാല. ഇതേ മസാല വേണമെങ്കിൽ നമുക്ക് ചെമ്മീൻ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴും എടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. ഞാൻ ചോറ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു 3-4 പേർക്കുള്ള ചോറ് മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അത് ഈ മസാലയ്ക്കും കറക്റ്റായ അളവ് തന്നെയായിരുന്നു. ഇനി കുക്കറിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കോക്കനട്ട് ഓയിലും രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. ബേ ലീഫ്, കറുവപ്പട്ട, അങ്ങനത്തെ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച 1/2 കഷ്ണം സവാളയും പിന്നെ അതൊന്ന് ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പം അതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ അടുത്തുള്ള അരിയുടെ വേവ് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് അരിക്ക് 4/4 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുത്ത് 2 വിസിലടുപ്പിക്കാം. എനിക്ക് ഒന്ന് ഇത്തിരി കുഴഞ്ഞ ടൈപ്പ് ചോറാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ 2 വിസിലൊക്കെ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ 2 വിസിൽ അടിഞ്ഞാൽ ഉടനെ തന്നെ ബാക്കിയുള്ള എയറും കൂടെ കളഞ്ഞതിന് ശേഷം കുക്കർ തുറന്ന് വെക്കണം. അത് ആ പ്രഷറിൽ തന്നെ അടച്ചു വെക്കാൻ പാടില്ല. അതേ പ്രഷറിൽ പിന്നെയും വെക്കുകയാണെങ്കിൽ ചോറ് നല്ലോണം കുഴഞ്ഞു പോകും. അല്ലെങ്കിൽ ഒരു വിസിലടിച്ചിട്ട് കുറച്ച് സമയം ആ പ്രഷറിൽ അങ്ങനെ തന്നെ വെച്ചിരുന്നാലും മതി. അതൊക്കെ നിങ്ങളുടെ അരിയുടെ വേവിനനുസരിച്ച് ചെയ്തോളാം. ഇനിയാണ് ബിരിയാണിയുടെ മെയിൻ പ്രോസസ്സ്. വേവിച്ച് വെച്ച അരി ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ദം ചെയ്തെടുക്കാം. നന്നായിട്ട് ദമ്മായി കഴിഞ്ഞാൽ തുറന്നതിന് ശേഷം മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി തുറന്നതിന് ശേഷം എല്ലാം ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആൻഡ് ദെൻ യു ക്യാൻ എൻജോയ് യുവർ പ്രോൺസ് ബിരിയാണി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ട്രൈ ദിസ് റെസിപ്പി. താങ്ക് യു.